ഹായ്, റീന സ്റ്റാൻലി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൈ ആൻഡ് ഡൈ എന്ന അല്ലെങ്കിൽ കെട്ടുചായം എന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. ഒരു ടെക്സ്റ്റൈൽ വർക്ക്സാണ് ഇതിലുള്ളത്. ഇതിന് രണ്ട് തരം ഡിസൈനാണുള്ളത്. ഒന്ന് ഷിബോരിയും ഒന്ന് ബാന്തിനിയും. ഈ രണ്ട് ഡിസൈനാണ് ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ചായം മിക്സ് ചെയ്ത് അതിൽ തുണി മുക്കുകയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതുപോലെ ചെയ്യാനായിട്ട് ആദ്യം വൈറ്റ് ക്ലോത്തിൽ ചെറുപയർ വെച്ച് റബ്ബർ ബാൻഡ് കൊണ്ട് ഫസ്റ്റ് കെട്ടിട്ട് വന്നു. എന്നിട്ട് റെഡ് മുക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും കെട്ട് കുറേ ഉള്ളിലേക്കൊക്കെ കയറ്റി വീണ്ടും കെട്ടിട്ടു. അത് കെട്ടിട്ടതിന് ശേഷം ബ്ലാക്ക് മുക്കി. അപ്പോൾ ബ്ലാക്കിൽ വന്നപ്പോഴാണ് അത് റെഡും ബ്ലാക്കും കൂടി ആയപ്പോൾ കോഫി കളറായി. പിന്നെ ആദ്യം ഉള്ള കെട്ടുകൾ ഒന്നും അഴിക്കാൻ പാടില്ല. രണ്ടാമത് കെട്ടിടുമ്പോൾ ആ കെട്ടും കൂടി രണ്ട് തരം കെട്ടായി മാറി. ആദ്യത്തെ കെട്ടിൽ വൈറ്റ് വന്നു, രണ്ടാമത്തെ കെട്ടിൽ റെഡ് വന്നു. അങ്ങനെ രണ്ട് തരം. ഇത് രണ്ടും ബാന്തിനി കെട്ടായിട്ട് ഫുള്ളും ബാന്തിനി കെട്ട് തന്നെ. ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് അടുത്തത്. ഇത് നമ്മൾ പിസ്തേര തോട് വെച്ചിട്ട് ടൈ ചെയ്ത് വരുന്നതാണ് ഈ ടൈ ആൻഡ് ഡൈ. ഇത് ബാന്തിനി കെട്ടാണ്. ഇത് രണ്ടും നമുക്ക് വേറെ വേറെ ഡിസൈനിൽ എങ്ങനെ വേണമെങ്കിൽ ഡിസൈനിൽ ചെയ്യാം. ഇത് ഷിബോരി കെട്ട്. ഷിബോരി. ഇത് ടൈ ആൻഡ് ഡൈയുടെ ഞാൻ കളർ ചേർത്തതാണ്. കളർ ചെയ്ത ഡ്രസ്സ് വൈറ്റ് ടോപ്പായിരുന്നു. ഈ വൈറ്റ് ടോപ്പിൽ ആദ്യം യെല്ലോ കൊടുത്തു, പിന്നെ താഴെ ഭാഗം ഗ്രീൻ കൊടുത്തു. പിന്നെ ടൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈനാണത് ഈ വൈറ്റ് കാണുന്നത്. ഇതേയും അവിടെ ബാക്കിലും വൈറ്റ് കാണും. വൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വൈറ്റ് ഡിസൈൻ. ഇതാണ് ഒന്നാമത്തെ. ഇത് വന്നിട്ട് ഫസ്റ്റ് ഫുള്ളും കെട്ടിട്ട് വന്നു. പിന്നെ ഐസ്ക്രീം സ്പൂണ് വെച്ചും കെട്ടിട്ടു. ആദ്യം കെട്ടിട്ടു, പിന്നെ ഐസ്ക്രീം സ്പൂൺ വെച്ചു, പിന്നെ ഐസ്ക്രീം സ്പൂൺ ക്രോസായിട്ട് വെച്ചു. ആദ്യം നീളനെ വെച്ചു, പിന്നെ ക്രോസായിട്ട് വെച്ചു, പിന്നെ ഇടയിലൊക്കെ കെട്ടിട്ടു. അങ്ങനെ ഫുള്ളും യെല്ലോ ഫസ്റ്റ് ചെയ്തു. ആ യെല്ലോ ഫസ്റ്റ് ചെയ്ത വൈറ്റ് ഫുൾ വൈറ്റ് തുണിയായിരുന്നു. പിന്നെ യെല്ലോ ചെയ്തു. യെല്ലോ കഴിഞ്ഞ് ഹാഫ് പോർഷൻ യെല്ലോ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം പ്ലെയിനായിട്ടിട്ടു. ആ പ്ലെയിനായിട്ട് ഇട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ബ്ലാക്കായിട്ട് കാണുന്നത്. അതിൽ ആ പ്ലെയിനായിട്ടിട്ടുള്ളത് വരെയുള്ള ഭാഗം ഫുള്ളും വേക്കൻ്റായി കിടക്കുന്നിടത്ത് വീണ്ടും പയറുമണിയും പിസ്തയും വെച്ചിട്ട് പിസ്തര തോടും പയറുമണിയും വെച്ച് ചെറിയ കെട്ടുകൾ, ചെറിയ ബാന്തിനി കെട്ട് ചെറുപയറും വലിയ റൗണ്ട് പിസ്തത്തെ തോടും വെച്ച് വൈറ്റായിട്ട് തന്നെ ഇട്ടു. അങ്ങനെ വൈറ്റായിട്ട് ഇട്ടിട്ടുള്ള ഭാഗം ഈ ഹാഫ് പോർഷൻ യെല്ലോ വെച്ചത് ഇതിൻ്റെ ബാക്കി ഭാഗം ബ്ലൂ ഇട്ടു. ഡാർക്ക് ബ്ലൂ മുക്കി വന്നപ്പോൾ അത് ശരിക്കും ഒരു പീകോക്ക് ബ്ലൂ ആയിട്ട് വന്നു. ആ പീകോക്ക് ബ്ലൂ ആണ് ഇപ്പോൾ ഈ കാണുന്ന വൈറ്റും പീകോക്കും കളറായിട്ട് കാണുന്നത്, ബ്ലൂ ആയിട്ട് കാണുന്നത്. അതിൻ്റെ പകുതി ഭാഗം ഈ യെല്ലോ ആയിട്ട് നിന്ന ഭാഗത്ത് പച്ചമുക്കി പകുതി വരെയായിട്ടുള്ള ഭാഗം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം പീകോക്ക് ബ്ലൂ മുക്കി. ആ പീകോക്ക് ബ്ലൂ കഴിഞ്ഞിട്ട് എല്ലാം വീണ്ടും കെട്ടുകളിട്ടു. ഇടയിൽ വീണ്ടും കെട്ടുകളിട്ടു. അത് നടുക്കിലും എല്ലാം കൂടി പിടിച്ചിട്ടാണ് കെട്ടിട്ടുള്ളത്. ആ കെട്ടിട്ടുള്ളതിന്മേ പിന്നെ അത് മുഴുവൻ സ്ക്വയറായിട്ടാണ് തുണി മടക്കിയത്. കുഞ്ഞ് ഫ്ലീറ്റ്സ് പോലെയാണ് തുണി മടക്കിയിട്ടുണ്ടായിരുന്നത്.
ആ മടക്കിയ തുണിയുടെ ഏറ്റവും അറ്റത്തെ ഭാഗമാണ് വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഭാഗത്ത് ബ്ലാക്കായിട്ട്. അങ്ങനെ ഫുള്ളും ബ്ലാക്ക് ലാസ്റ്റ് മുക്കി കഴിഞ്ഞപ്പോൾ ബ്ലൂ ആയിരുന്ന ഫുൾ പോർഷൻ ബ്ലാക്കായി, യെല്ലോ ആയിരുന്ന ഭാഗം ഗ്രീനും ബ്ലാക്കും വൈറ്റും യെല്ലോയും എല്ലാം കൂടി മിക്സായ കളറാണ് ഈ പോർഷൻ. ഇതാണ് ഷിബോരി ഡിസൈൻ വരുന്നത്. ഇത് നമ്മൾ ഒരു വയലറ്റ് നടുക്കിലുള്ള സെൻറ്ററിലുള്ള വൈറ്റ് ഷീറ്റായിരുന്നു അത്. ഈ വൈറ്റ് ഷീറ്റിൻ്റെ സൈഡ് ഞാൻ ഇങ്ങനെയാക്കി. ഇത് ഷിബോരി ഡിസൈനായിട്ട് നമ്മൾ സ്ട്രോ വെച്ച് ഇതിൻ്റെ വുഡൻ്റെ സ്പൂൺ വെച്ചും അതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടും ടൈ ചെയ്ത് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഷിബോരി ഡിസൈനായിട്ട് മാറി. ഇത് രണ്ടാമത് ചെയ്തതാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഐഡിയയിലും അവർ ഞങ്ങളെ പഠിപ്പിച്ച ഐഡിയയിലുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലും ഇത് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.